സുധാകരൻ പല വായ്ത്താളം അടിക്കും. അതൊന്നും ഇവിടെ ആരും നോക്കുകയും ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. കെ സുധാകരൻ ആരാണ് എന്നുള്ള ചോദ്യം പോലും ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. പണ്ട് VS അച്യുതാനന്ദനെ മുൻനിർത്തി പാർട്ടിയെ ജയിപ്പിച്ചെടുത്തിട്ട് പിണറായി അവസാനം VSനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞതുപോലെ ഇപ്പോ കെ സുധാകരനെ കോൺഗ്രസ് കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ്. കോൺഗ്രസ് ചോദിക്കുകയാണ്, ആരാണ് ഈ കെ സുധാകരൻ എന്ന്? എന്താണ് സുധാകരന് സംഭവിച്ചത്? അതായത് സുധാകരന് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടമായത് സുധാകരൻ വളരെയധികം വേദനയോടെയാണ് കാണുന്നത്. വലിയ പ്രതീക്ഷയോടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം KPCC പ്രസിഡന്റ് ആയി ഇരുന്നു കൊണ്ട് അതിനെ നയിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മുനമ്പം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ BJP എന്ന് കൂടുതൽ പേർ BJPയിലേക്ക്, കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേർ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് അതിന് തടയിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. സ്വാഭാവികമായും KPCC പ്രസിഡന്റായിട്ടുള്ള സുധാകരന് അനാരോഗ്യമെന്നാണ് ഇവിടുത്തെ നേതാക്കൾ AICC അറിയിച്ചത്. പക്ഷെ സുധാകരൻ പറയുന്നത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, ഞാൻ ഫുൾ ഫിറ്റാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷൻ സംബന്ധിച്ച് എന്തായാലും സുധാകരൻ്റെ സ്വഭാവം അറിയാലോ. സുധാകരൻ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് CPM മണ്ണിൽ നിന്ന് വന്ന ആളാണ്. പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടി കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കരുത്തുള്ള നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹം പരസ്യ പ്രതികരണമായി രംഗത്ത് വരും. പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് എത്തിക്കണമെന്നൊക്കെ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രതികരണങ്ങൾ പലതും നടത്താൻ തുടങ്ങി. അതായത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഞാൻ KPCC പ്രസിഡന്റായിട്ട് ദീപാദാസ് മുൻഷിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്ത, മറ്റാരുടെ കയ്യിലെ കളിപ്പാവയാണ് അവർ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 തവണ ഇദ്ദേഹവുമായി സംസാരിച്ചു. അതെ അതെ സംസാരിച്ചു, കെ സുധാകരനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം സണ്ണി ജോസഫിന് കൃത്യമായ സ്വീകരണം കൊടുക്കുന്നതിനും ഷാൾ അണിയിക്കുന്നതിനും ഒക്കെ വളരെ സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും സണ്ണി ജോസഫിനെ പുകഴ്ത്തുകയും ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന്. അത് ഒരു അനൗദ്യോഗികമായി അവർ പറഞ്ഞത് MP സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇത് MLA എന്ന രീതിയിൽ മത്സരിക്കേണ്ട, നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം അനൗദ്യോഗികമായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സുധാകരൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ MP അല്ലേ, നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും KC വേണുഗോപാലിന്റെ കാര്യം എടുത്തിടാമല്ലോ. നിങ്ങൾ MP അല്ലേ എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഇത് ഇട്ട്. അപ്പോൾ സ്വാഭാവികമായും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പരസ്യ പ്രസ്താവനയായി വരികയാണ്. അപ്പോൾ AICCയും KPCCയും എടുത്തിരിക്കുന്ന തീരുമാനം സുധാകരൻ്റെ പരസ്യ പ്രസ്താവനകളോട് മൗനം പാലിക്കുക, അത് നമ്മളതിൽ ഇടപെട്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും, ശ്രദ്ധ കൂടുതൽ പോകും എന്നുള്ളൊരു ഇതിലേക്ക് അവർ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി സണ്ണി അതുമാത്രമല്ല, സുധാകരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സുധാകരൻ പറഞ്ഞത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള KPCC ഭാരവാഹികളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അനിൽകുമാറും ഒക്കെ, അടൂർ പ്രകാശ് UDF ചെയർമാൻ. ഈ ഒരു ടീമിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നന്നായി പ്രവർത്തിച്ചേനെ എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് അത് ആവശ്യപ്പെടാമായിരുന്നല്ലോ. പക്ഷേ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീം സണ്ണി ജോസഫിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു നേതാവാണോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ കഴിയില്ല. 2-3 മാസത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ VD സതീശൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് സുധാകരനെ ഈ സ്ഥാനത്ത് ഇപ്പോൾ ഇരുത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുധാകരൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ ഒരു ദുർബലനായ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത്, സണ്ണി ജോസഫ് ഒരിക്കലും മുഖ്യമന്ത്രി ആവണമെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് KCക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. ഇപ്പൊ ഇവിടെ പിന്നെ ഈ കെ സുധാകരനെ BJPയിലേക്ക് വലിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സുധാകരൻ പറയുന്നതിനോട് ഇപ്പൊ മൗനം പാലിക്കുമെന്ന് പറയുമ്പോൾ പണ്ട് ശശി തരൂർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഹൈക്കമാൻഡ് വിളിച്ചു. ശശി തരൂരിനോട് പിന്നെ എന്താ KCയെ പോലും പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നതിനപ്പുറം KCയെ പോലും വെളിയിൽ നിർത്തിക്കൊണ്ടാണ് ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും ഒക്കെ സംസാരിച്ചത്. കാരണം തരൂർ ഈ പാർട്ടിയിൽ നിലനിൽക്കണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഏത് വിധേനയും തരൂറിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ കെ സുധാകരൻ പോണെങ്കിൽ പൊക്കോട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തലവേദന ചുമക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള ഒരു പിന്നെ എന്താ പ്രത്യക്ഷമായുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും പരോക്ഷമായി അത്തരത്തിൽ കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ അവിടെ കിടന്ന് എന്ത് വേണോ പറയട്ടെ, അതിലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയിട്ട് എന്നൊരു ധ്വനി കൂടി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ പറയുന്നതാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം
അവരുടെ കുടുംബത്തിലെ അത്രയും അടുത്ത ബന്ധമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇവിടെ വിളിച്ച് ഇതൊന്നും അന്വേഷിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പം കേസ് വേണുപോലെ പറയും, സുധാകരൻ ഇങ്ങനെയൊക്കെ പറയും, മൈൻഡ് ചെയ്യേണ്ടെന്ന് അവരുടെ അടുത്ത് പറയും. അതാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. അവർ മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇത് തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആണ് AICCയുടെ ഒരു തീരുമാനം. പക്ഷേ ഇനി സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ കടമ്പയാണ്. കാരണം ഇനി DCC പ്രസിഡന്റുമാരെ എല്ലാം മാറ്റുകയാണ്. തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി 13 ജില്ലകളിലും DCC പ്രസിഡന്റുമാർ മാറും. തൃശ്ശൂർ ഇപ്പോൾ അടുത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കീറാമുട്ടിയാണ്. കാരണം ഓരോരുത്തരുടെയും ഗ്രൂപ്പുകാർ കാണും. KCയുടെ ആൾ കാണും, രമേശ് ചെന്നിത്തലയുടെ ആൾ കാണും, സതീശൻ്റെ ആൾ കാണും. അപ്പോൾ ഇവരെല്ലാം നോമിനികളായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ ആക്കുമ്പോൾ മറ്റു ടീം ഉടക്കും. അത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വയമായിട്ട് ഒരു DCC പ്രസിഡന്റിന് വലിയ സ്ഥാനം അവിടെ ഉണ്ട്. അത് ഇലക്ഷനെ ബാധിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ മറ്റു ഗ്രൂപ്പുകാർ കാലുവാരി കഴിഞ്ഞാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കും CPMനും അത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഈ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഗുണകരമായി കിട്ടിയത് ഈ പറഞ്ഞതുപോലെ PC വിഷ്ണുനാഥിനെ പോലെയും അല്ലെങ്കിൽ ഇദ്ദേഹം ഷാഫി പറമ്പിലിനെ പോലെയും അനിൽകുമാറിനെ പോലെയുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി അറിയാവുന്ന, കാരണം PC വിഷ്ണുനാഥൊക്കെ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ മണ്ഡലത്തെ നന്നായിട്ട് നോക്കാൻ അറിയാം, കുണ്ട്ര വന്നപ്പോൾ പോലും അദ്ദേഹം ആദ്യം അവിടെ വന്ന് സ്വീകരണത്തിനായി വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഓരോ ദിവസം കഴിയുന്നവർ മേഴ്സിക്കുട്ടിയമ്മയെ പോലൊരു പ്രഗത്ഭയായ ഒരു മന്ത്രിയായിട്ടുള്ള ഒരു നേതാവിനെ വളർത്തിയടിക്കാൻ പറ്റി എന്നുള്ളത് വലിയ. അതുപോലെ തന്നെ ഇദ്ദേഹവും ഷാഫിയും ഭയങ്കരമായ തരംഗം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ആ മണ്ഡലത്തിന് ഷാഫിയുടെ സ്വാധീനം വളരെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് സണ്ണി ജോസഫ് ഏത് തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിക്കൊണ്ട് ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് ക്രിസ്തീയ വോട്ടുകൾ സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു മാറ്റം പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏത് തരത്തിൽ വരുമെന്നുള്ളത് നമുക്കിനി സണ്ണി ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമേ അറിയാൻ കഴിയും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അനുകൂല ഘടകമാണ്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതും പിണറായി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നേറുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ നേതാക്കൾക്കിടയിലെ തമ്മിലടിയും അസ്വാരസ്യങ്ങളും ഗ്രൂപ്പുകളെയും എല്ലാം ഏത് തരത്തിലാകുമെന്ന് പറയാൻ പറ്റില്ല. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ ഇനിയിപ്പോൾ പെൻഷൻ ഈ അവസാനത്തെ ഘട്ടത്തിൽ പെൻഷൻ കൂട്ടിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ കൂട്ടി ഒരു 5 മാസത്തെ ഒരുമിച്ച് ഒരു 10,000 രൂപ 2,000 രൂപ പെൻഷനാക്കിക്കൊണ്ട് ഒരു 10,000 രൂപയൊക്കെ കൊടുത്തുകൊണ്ടും മറ്റ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും ഒരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ ഈ തമ്മിലടി മുഖ്യമന്ത്രിക്ക് വേണ്ടി എത്ര പേരാണ്? രമേശ് ചെന്നിത്തല ഉണ്ട്, VD സതീശനുണ്ട്, അത് മാത്രമല്ല ശശി തരൂരുണ്ട്. അപ്പൊ അത്തരത്തിൽ പിന്നെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി നിൽക്കും. സ്വാഭാവികമായിട്ട് ഈ ഒരു തമ്മിലടിയിൽ പെട്ട് കോൺഗ്രസിനെ ഒന്ന് മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു 3.0 എന്ന രീതിയിൽ പിണറായി വിജയൻ മന്ത്രിസഭ വീണ്ടും വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ്.